ഹരേ കൃഷ്ണ. മഹാബലി ചരിതം നമ്മൾ തുടരുകയാണ്. യഥാർത്ഥത്തിൽ ഭഗവാൻ അസൂയാലു ആയിരുന്നു. തൻ്റെ ഭക്തനെ, ധർമ്മിഷ്ഠനായ ഒരു ഭരണാധികാരിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ മാത്രം നിഷ്ഠൂരനായിരുന്നു, ചതിയനായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ കേട്ടു വളർന്ന കഥ. ചതിയനായ ദേവകൾ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. പക്ഷേ ഭഗവാൻ തന്റെ ഭക്തന് പിന്നീട് നൽകിയതെന്താണ്? ഒരു മന്വന്തരത്തിൽ ഒരു ദേവേന്ദ്രനാണ് സ്ഥാനം. ആ മന്വന്തരം കഴിയുമ്പോൾ അടുത്ത ദേവേന്ദ്രൻ ഉണ്ടാകുന്നതാണ് പതിവ്. വൈവസ്വത മനുവിന്റെ കാലത്തെ ദേവേന്ദ്രൻ, അദ്ദേഹത്തിനെ മാറ്റി മഹാബലിക്കൊരിക്കലും ദേവേന്ദ്രനാകുവാനോ ദേവലോകം പ്രാപിക്കുവാനോ സാധിക്കുകയില്ല. അതുകൂടാതെ തന്റെ ഭക്തനുണ്ടായ അഹങ്കാരം, താനാണ് ഈ ലോകത്തിന്റെ എല്ലാം, ഒരേ ഒരു അധികാരി എന്ന ഭാവം മാറ്റുവാൻ വേണ്ടി ഭഗവാൻ തന്റെ ഭക്തന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഭഗവാന്റെ വിശാലമായ രൂപം. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ് എന്നത് ആ ഭക്തൻ മറന്നുപോയിരുന്നു. അതൊന്ന് ഓർമ്മിപ്പിക്കുവാൻ കൂടി വേണ്ടിയാണ് ഭഗവാൻ വാമനനായി അവതരിച്ചത്. എത്ര ചെറിയ മനുഷ്യനായിരുന്നാലും നമ്മൾ ഒരിക്കലും അവരെ നിസാരനായി കാണരുത് എന്ന തത്വമാണ് ഭഗവാൻ വാമന അവതാരത്തിലൂടെ തന്നത്. ഒരു ചെറിയ വടുവിനെ മഹാബലി വളരെ നിസാരക്കാരനായി കണ്ടു. പക്ഷേ അദ്ദേഹം പ്രപഞ്ചം മുഴുവൻ വളർന്ന് 14 ലോകങ്ങളും തൻ്റെ 2 കാലടികൾ കൊണ്ട് അളന്നെടുത്തു. അവസാനം മഹാബലിക്ക് 3ാമത്തെ അടിവയ്ക്കുവാൻ തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. നമ്മൾ ഓരോരുത്തർക്കും ഭഗവാന്റെ മുമ്പിലുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് വേണ്ടത്. അതാണ് മഹാബലി കാണിച്ചു കൊടുത്തത്. തൻ്റെ ഭക്തന് പിന്നീട് സായൂജ്യപദം നൽകി അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയുള്ള നമ്മുടെ തലമുറയെ മഹാബലിയുടെയും വാമനന്റെയും യഥാർത്ഥ ചരിത്രം നമുക്ക് പഠിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.